ഹലോ ഫ്രണ്ട്സ്, ദളപതി കച്ചേരി സോങ് ഒരു വൻ ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോങ്ങിന്റെ ഡീകോഡിങ്സിലൊക്കെ റീമേക്ക് ക്വസ്റ്റ്യൻ മാർക്ക്, കേസരി ക്വസ്റ്റ്യൻ മാർക്ക് എന്ന ട്രെൻഡ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ക്ലിയർ കട്ടായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരുപാട് മാസങ്ങളായി നമ്മൾ കേട്ടുപോകുന്നതാണ് ജനനായകൻ ഭഗവന്ത് കേസരി റീമേക്ക് ആണെന്ന്. അതിൽ ബന്ധമുള്ള പോലെയാണ് കാസ്റ്റിംഗ് ഒക്കെ. ഇപ്പോഴുള്ള സോങ്ങിലും ഒരു മാല ഒരേപോലെ ഉണ്ടെന്ന് പറഞ്ഞ് റീമേക്ക് എന്ന് പറഞ്ഞ ട്രെൻഡ് ഉണ്ട്. ശരിക്കും ഇതെന്താ കംപ്ലീറ്റ് റീമേക്ക് ആണോ എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഭഗവന്ത് കേസരി എക്സാക്ട് അതുപോലെ എടുത്തു വെക്കുന്നതല്ല. ഇതൊരു പൊളിറ്റിക്സ് പടമാണ്. ഭഗവന്ത് കേസരി ഒരു പക്കാ മസാല പടമാണ്. എന്നാൽ സിമിലാരിറ്റീസ് കുറച്ചുണ്ടാവും. ഉജേട്ടന്റെ ക്യാരക്ടർ, മമിതയുടെ ക്യാരക്ടർ, ഫസ്റ്റ് ഉണ്ടാകുന്ന ഇഷ്യൂ, സ്റ്റോറി തുടക്കമുള്ള ത്രെഡ്, അങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് റീമേക്ക് റൈറ്റ്സ് മേടിച്ചത്. കേസരിയും ജനനായകനും പറയുന്ന വിഷയം തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ജനനായകന്റെ പ്ലോട്ട് എനിക്കറിയാവുന്ന പ്രകാരം റിട്ടയർഡ് പോലീസ് ഓഫീസർ റൂളിംഗ് പൊളിറ്റിക്സ് ആണ്. കേസരിയിലും റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്, അങ്ങനെ ഒരു ബന്ധമുണ്ട്. പക്ഷെ വേറൊരു ടോപ്പിക്കാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ കേസരിയായിട്ട് ബന്ധം വെക്കുന്നതും ഒരു പ്ലസ് പോയിന്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം കേസരി ഒരു അൾട്രാ വേസ്റ്റ് മൂവിയാണ്. ഓൾറെഡി ഒരു ദുരന്തമയമായ ഒരു സ്റ്റോറി. ഒരു സാധാരണ നമ്മളെ പോലുള്ള ആളുകൾ വിചാരിച്ചാൽ തന്നെ ഈ സീൻ ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവും, ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവും എന്ന് കുറച്ച് ചേഞ്ചസ് വരുത്തി നമുക്ക് മെച്ചമാക്കാൻ പറ്റും. അപ്പോൾ ഒരു 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ള രണ്ട് ബാങ്കർ മൂവ്സ് ചെയ്ത് അച്ചീവ് വിചാരിച്ചാൽ ബെറ്റർ മൂവ് എടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് തന്നെ റീമേക്ക് അല്ല, സിമിലാരിറ്റീസ് മാത്രമേ ഉള്ളൂ. ചില സീക്വൻസ് ആൻഡ് ക്യാരക്ടർ സ്റ്റോറിയൊക്കെ ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. കേസരി ഒന്ന് കറക്റ്റ് മീഡിയത്തിൽ അച്ചീവ് പണിതെടുത്താൽ തെറിയൊക്കെ പോലെ ഒരു പക്കാ ഫാമിലി മാസ് കൊമേഴ്ഷ്യൽ പടം കിട്ടും. ഈ ഒരു ഐപ്പിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്ന അഭിപ്രായം അറിയിക്കുക. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.